പുകവലിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾ റോഡിലൂടെ നടന്നു വരുമ്പോൾ പുകയുടെ മണം ശ്വസിക്കാറുണ്ട്. പലപ്പോഴും ശ്വാസം മുട്ടാറുണ്ട്. പക്ഷേ ആരോട് പറയാൻ? ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിച്ചപ്പോൾ അവൾ പറയുകയാണ്, എന്റെ അച്ഛനും പുകവലിക്കും. വീട്ടിൽ വെച്ച് അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് പുറത്തുപോയാണ് വലിക്കുന്നത്, ഞാൻ കാണാതെ. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും, പുകവലിയുടെ ആ കുത്തുന്ന മണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എല്ലാവരും പുകവലിക്കുന്നു. എന്തിനാ ഇങ്ങനെ പുകവലിച്ച് ശ്വാസകോശം നശിപ്പിക്കുന്നത്? പുകവലി തുടർന്നാൽ നാക്കിലെ രുചിമുകുളങ്ങൾ വരെ നശിച്ചു പോകും എന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ വന്നാൽ അമ്മയുണ്ടാക്കുന്ന നല്ല ഭക്ഷണത്തിന്റെ രുചി അച്ഛൻ എങ്ങനെ അറിയാനാ? പിന്നെ ക്യാൻസറൊക്കെ വന്നാലുള്ള അവസ്ഥ നമുക്കറിയാലോ. എത്ര ലക്ഷം രൂപയാണ് നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ? പിന്നെ കുറച്ച് ചേട്ടന്മാരുണ്ട്, എപ്പോഴും ഒരു ചുവന്ന കളറിലുള്ള എന്തോ വായിലിട്ട് ചവച്ചു തുപ്പുന്നവർ. അവിടെയും തുപ്പി ഇവിടെയും തുപ്പി, സ്കൂളിന്റെ മതിലിലും തുപ്പി. അയ്യേ, അതും എന്തോ വിഷമാണെന്നാണ് പറയുന്നത്. എന്തിനാ ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത്? ഇതു കഴിച്ചാലും ക്യാൻസർ വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇനി ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. എനിക്കൊരു ചേട്ടനുണ്ട്. കാണാൻ എന്ത് രസമാണെന്നോ! ടൊവിനോ തോമസിനെ പോലെ ഇരിക്കും. ഞാൻ ചേട്ടനെ ടൊവിനോ എന്ന് പറഞ്ഞാണ് കളിയാക്കുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ചു നാളായിട്ട് ചേട്ടന് ഭയങ്കര മാറ്റം. കണ്ണൊക്കെ ചുവന്ന്, എപ്പോഴും ദേഷ്യമാണ്. അച്ഛനോടും അമ്മയോടും ഒക്കെ എപ്പോഴും വഴക്കിടും. എന്നിട്ട് മുറിയടച്ച് ഒറ്റ ഇരിപ്പ. പിന്നെ കുറെ നേരത്തേക്ക് ഒരനക്കവും ഉണ്ടാവില്ല. ഞാൻ പോയി വിളിച്ചാലും മുറി തുറക്കാറില്ല. കഴിഞ്ഞ ദിവസം ആകെ പ്രശ്നമായി. അച്ഛനും അമ്മയും ചേട്ടനും കൂടി ആകെ ഒച്ചപ്പാട്. അമ്മ ഉച്ചത്തിൽ കരയുന്നു, ചേട്ടന് ഭയങ്കര ദേഷ്യം. ഞങ്ങളുടെ വീട്ടിലെ ടിവിയും അക്വേറിയവും അടിച്ചു പൊട്ടിച്ചു. ഞാനാകെ പേടിച്ച് വിറച്ച് ഓടി കട്ടിലിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. എൻ്റെ ചേട്ടനെ കുറച്ച് ആൾക്കാർ വന്ന് കെട്ടിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ചേട്ടനെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെ ചേട്ടൻ എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ ഭ്രാന്തന്മാരെ പോലെ ആവും. കൂട്ടുകാരോട് കൂടി തമാശക്ക് തുടങ്ങിയതാവും പാവം. ഇപ്പോൾ എൻ്റെ ചേട്ടന് അതില്ലാതെ പറ്റാതായി. ഇന്ന് ഞാൻ ചേട്ടനെ ഫോൺ ചെയ്ത് പറഞ്ഞു, ചേട്ടനെ ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന്. ഞാനും ചേട്ടനും കരഞ്ഞു പോയി. നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തിനായി, നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷത്തിനായി, നാടിന്റെ നന്മയ്ക്കായി നിങ്ങൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ?